നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. പൾസർ 200 NS വേഴ്സസ് TVS Apache RTR 200 4Vയെ കുറിച്ചാണ്. സോ എല്ലാവർക്കും ഔട്ടർ സാപ്പിൻസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ലുക്സ് ബേസ് നോക്കുമ്പോൾ RTR 200ൽ ഒരുപാട് ചേഞ്ചസ് ഉള്ളതുപോലെ തോന്നുന്നല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. വണ്ടി കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പായിട്ടുണ്ട്. നേരത്തെ ഉള്ളൊരു അഗ്രസീവ് ലുക്ക് പോയൊരു സോഫ്റ്റ് ലുക്കായി എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ചിലർക്കിപ്പോൾ നേരത്തെ കാലം ഇപ്പോഴത്തെ ഡിസൈൻ ആയിരിക്കും ഇഷ്ടമുള്ളത്, അപ്പോൾ അത് അവരുടെ ചോയ്സ്. കാരണം മെയിനായിട്ട് ആ DRL ഹെഡ്ലൈറ്റ് ചാമ്പറിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ലുക്കായി പോയില്ലേ എന്നൊരു തോന്നലുണ്ടായി. വണ്ടി ലുക്സ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് എടുത്ത് കാണിക്കുന്നത് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഫുൾ LED യൂണിറ്റ് ആയിട്ടുണ്ട്. ടെയിൽ ലൈറ്റും ആയിക്കോട്ടെ LED തന്നെയാണ്. അതെന്തായാലും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ 200 NS നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ഒരു പഴയ ഹാലജൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ലുക്ക് ചേഞ്ച് ഒന്നുമില്ല. എക്സാക്റ്റ് BS4 എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ BS6ലും വന്നിട്ടുള്ളത്. ഒന്നും തന്നെ മാറിയിട്ടില്ല. ജസ്റ്റ് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ ഒരു ബൾജിങ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ ലുക്ക് ബേസ് ചെയ്ത് അവർ വേറൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു എൻജിനിൽ വരുന്ന വ്യത്യാസം അല്ലാതെ പൾസർ 200 NSൽ എടുത്തു പറയേണ്ട ലുക്കിനും കാര്യങ്ങളും ചേഞ്ച് ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ ഇപ്പോഴും ഹാലജൻ തന്നെയാണ്. അതും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് തോന്നിയത്. അടുത്തതായി നമുക്കിതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം. 197 cc 4 സ്ട്രോക്ക് ഓയിൽ കൂൾഡ് BS6 എൻജിനാണ് RTR 200ൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു എൻജിൻ 20.5 bhp പവറും 16.8 Nm ടോർക്കുമാണ് ഡെലിവർ ചെയ്യുന്നത്. പൾസർ NS നോക്കുവാണെങ്കിൽ 199.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിന് മാക്സിമം പവർ 24.5 bhp പവറാണ് ഇത് ഡെലിവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 18.3 Nm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് വണ്ടിയും എൻജിൻ സ്പെക്കും എടുത്ത് നോക്കിയാലും എൻജിനെ പറ്റി പറയുമ്പോഴും രണ്ട് വണ്ടിയും കുറച്ചുകൂടെ ഒന്ന് റിഫൈൻമെൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയാം. ഈവൻ സൗണ്ട് ക്വാളിറ്റി ആയാലും കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 200ലായാലും കുറച്ചുകൂടെ ഒരു ബാസ് വന്നിട്ടുണ്ട് സൗണ്ടിൽ. പക്ഷേ NSലായാലും BS4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി കുറച്ചുകൂടെ ഒരു അഗ്രസീവ് സൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വണ്ടി നല്ലൊരു സൗണ്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട് രണ്ടിലും. ആ ഒരു 200 സെഗ്മെൻറ്റിലോട്ടുള്ള വണ്ടിയായി, കറക്റ്റ് ഒരു 200 സെഗ്മെൻറ്റിലെ വണ്ടിയായി എന്ന് കറക്റ്റ് ഇപ്പോഴാണ് തോന്നിക്കുന്നത്. ആ ഒരു സൗണ്ടിൻ്റെയും റിഫൈൻമെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. TVS അപ്പാച്ചി കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ടുണ്ട് NS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. NSൽ പിന്നും ചെറിയൊരു വൈബ്രേഷൻ എവിടെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. BS4ലും ഉണ്ടായിരുന്നു. BS6ൽ അത് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാടില്ല. എന്നാലും ടോപ്പ് എൻഡൊക്കെ എടുക്കുന്ന ടൈമിൽ ചെറിയൊരു വൈബ്രേഷൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇത് അപ്പാച്ചി RTR 200ൽ തീരെയില്ല. അടുത്ത നമുക്കിൻ്റെ ബ്രേക്കിംഗ് സൈഡ് നോക്കാം. ബ്രേക്കിംഗ് സൈഡ് നോക്കുമ്പോൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉള്ള കാര്യം തന്നെയാണ് NSൽ വരുന്നത്. അതിലിപ്പോൾ ഇപ്പോഴും സിംഗിൾ ചാനൽ ABS തന്നെയാണ്. പക്ഷേ RTR 200ൽ വന്നിട്ട് ഇപ്പോൾ ഡുവൽ ചാനൽ ABS ആയിട്ടുണ്ട്. അടുത്ത നമുക്കിൻ്റെ കൺസോൾ സൈഡ് നോക്കാം. കൺസോൾ നോക്കുമ്പോൾ അപ്പാച്ചി RTR 200 4Vയിൽ വന്നിട്ടുള്ള കൺസോൾ ഒരു രക്ഷയില്ലാത്ത കൺസോളാണ്. ആസ് കമ്പയർഡ് വിത്ത് 200 NS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ളൊരു കൺസോൾ സിസ്റ്റമാണ്. നാവിഗേഷൻസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ഇംബെഡഡ് ചെയ്തിട്ടുള്ള ഒരു കൺസോൾ സിസ്റ്റമാണ് TVSൽ വന്നിട്ടുള്ളത്. അത് എന്തായാലും സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കൺസോളാണെന്ന് പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കൺസോളാണ് TVSൻ്റെ ഒരു കൺസോള്. പക്ഷേ ഇപ്പോഴും അതും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് NSൻ്റെ കാര്യത്തിൽ. ഇപ്പോഴും എങ്ങനെയാണ് വണ്ടി തുടങ്ങിയ ടൈമിലുള്ള കൺസോൾ തന്നെയാണ്. ജസ്റ്റ് ഒരു അനലോഗും ചെറിയൊരു ഡിജിറ്റലും കുറച്ച് വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സും വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കൺസോൾ തന്നെയാണ് ഇപ്പോഴും അതിൽ പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. കുറച്ചൊരു മാറ്റം വരുത്തായിരുന്നു എന്ന് തോന്നി. മാറ്റം വരുത്താമെന്നല്ല, BS6 ഒക്കെ ആയില്ലേ, ഇപ്പം എന്തായാലും ഒന്ന് ഒരു കൺസോൾ മാറ്റേണ്ടതായിരുന്നു.
വണ്ടിയുടെ റൈഡിങ് നമുക്ക് നോക്കുവാണെങ്കിൽ രണ്ടിനും എക്സാക്ട് സെയിം BS4 എങ്ങനെയായിരുന്നു ആ ഒരു റൈഡിങ് പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത്. അപ്പാച്ചിയിലായാലും NSലായാലും രണ്ടിലും സെയിം ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. റൈഡർക്ക് നല്ലൊരു കംഫോർട്ട് തരുന്ന രീതിയിൽ തന്നെയാണ് സീറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പില്ലിയനും ഒരുപോലെ കംഫോർട്ട് തരുന്ന രീതിയിലാണ്. അപ്പാച്ചിയിൽ വന്നിട്ട് സ്പ്ലിറ്റ് സീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ NSൽ ഇപ്പോഴും പഴയ പോലെ തന്നെ സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം കുഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർസും ഒക്കെയാണ് രണ്ടിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. GTT എന്നൊരു ടെക്നോളജി അപ്പാച്ചി RTR കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്നാണ് പറയുന്നത്. ട്രാഫിക്കിലും മറ്റുമൊക്കെ അത് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ബിഗിനേഴ്സിനുമൊക്കെ ഒരുപാട് യൂസ് ഉണ്ടാവുന്ന ഒരു ടെക്നോളജിയാണിത്. അതായത് ട്രാഫിക്കിലും മറ്റുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫ് ആവാണ്ട് ജസ്റ്റ് ഒരു RPM മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ടെക്നോളജി തന്നെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ് ആ ഒരു ടെക്നോളജി. സോ ഈ ഒരു ടെക്നോളജിയൊക്കെ NS200 ആബ്സെൻ്റ് ആണ്. അതിന് പകരം ഒരു RPM കട്ടർ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഒന്നും അത് കുറച്ചുകൂടി ഒരു പവർഫുള്ളായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതെന്തായാലും ബെറ്ററായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട് രണ്ടും സെയിം പ്രൈസ് റേഞ്ച് നിൽക്കുന്ന വണ്ടിയാണ്. 1.26 lakhs ആണ് ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ്. റോഡ് പ്രൈസ് സ്ഥലത്തിനനുസരിച്ചൊക്കെ മാറാവുന്നതാണ്. NSൻ്റെയും RTRൻ്റെയും വിശേഷങ്ങൾ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. പുതിയ വീഡിയോസിനായി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. എല്ലാവരും മാക്സിമം വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നമുക്ക് തരണം ചെയ്ത് പോകേണ്ടതുണ്ട്. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സേഫ് ആൻഡ് ഗുഡ് ബൈ.